നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് തീരദേശത്ത് ഉണ്ടാവുന്ന മാവുകളുടെ ഗുണങ്ങളാണ്. എന്തൊക്കെ മാവുകൾ തീരദേശത്ത് ഉണ്ടാവുന്നുണ്ട്? തീരദേശത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് റൂട്ട് സ്റ്റോക്ക് ആണ് അല്ലേ. ഈ സലൈനിറ്റിയിലുള്ള വളരുന്ന മൂവാണ്ടം പോലത്തെ റൂട്ട് സ്റ്റോക്ക് ചെയ്യാം. പിന്നെ കല്ലുകെട്ടി വെറൈറ്റികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അല്ലേ തീരദേശത്ത്. വെള്ളം കയറി ഗായ്സ്, വെള്ളം കയറി. അഖിൽ ഭായി രക്ഷപ്പെട്ട് നമ്മളെ ബാൻഡ് നനഞ്ഞു. അപ്പോൾ ഇതാണ് തീരദേശത്തിൻ്റെ ഇഷ്യൂ. അപ്പോൾ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഈ കടൽ വെള്ളമൊക്കെ അല്ലെങ്കിൽ ഈ കടൽ വെള്ളത്തിൻ്റെ ഇൻഫ്ലുവൻസ്, ഉപ്പിൻ്റെ ഇൻഫ്ലുവൻസൊക്കെ ഈ പറയുന്ന തീരദേശത്തോടനുബന്ധിച്ച മണ്ണിലേക്കൊക്കെ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാമ്പഴങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ മണ്ണ് ഡ്രൈ ആവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാവിലുള്ള ജലാംശം കുറയും, സ്കിന്ന് തിക്കായിരിക്കും, കാഴ്ചകളുടെ ശല്യം റിലേറ്റീവ്ലി കുറവായിരിക്കും. ഇപ്പോൾ കുത്തൂലെന്നല്ല, റിലേറ്റീവ്ലി കുറവായിരിക്കും, പൊതുവെ കുറഞ്ഞ് കാണാറുണ്ട്. കാരണം സ്കിന്ന് ടൈറ്റ് ആവുമല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ കടൽക്കാറ്റ് നല്ലതാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മാമ്പഴത്തിൻ്റെ രുചി കൂടും, നല്ല വെയിൽ കിട്ടുന്നുണ്ട്, കളർ കൂടും. ഉപ്പുകാറ്റാകുമ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ചില ചെങ്കൽ പ്രദേശത്തും കാണിക്കാറുണ്ട്, പക്ഷേ അവിടെ ഉപ്പുകാറ്റ് ഉണ്ടാവില്ല, സോയിലിൻ്റെ കണ്ടീഷൻ മാറും. അപ്പോൾ സോയിലിൻ്റെ കണ്ടീഷൻ മാറുന്നതനുസരിച്ച് ടേസ്റ്റ് മാറും. വീട്ടിൽ തന്നെ ഇപ്പോൾ നമ്മുടെ അവിടെ ഉണ്ടാകുന്ന മാമ്പഴങ്ങളൊക്കെ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട് കലപ്പാടിയിലൊക്കെ പുഴു വരുന്നുണ്ട്. ഒരു പക്ഷേ മഴയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മഴയല്ല, അവിടുത്തെ വെള്ളത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. വെള്ളം കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് ഡൈല്യൂട്ട് ആവും. കൂടാതെ എന്തൊക്കെയാണ് സ്കിന്ന് ലൂസാവും, പുഴു കുത്താനുള്ള ചാൻസുകൾ അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ കാലാപ്പടിയിലോ വേറെ ഇനങ്ങളോ എന്തെങ്കിലും സീഡ് വന്ന ഇനങ്ങളോ എന്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളായിരിക്കും. സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, കാണാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ കുറേ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. ഹലോ ഗൈസ്, ആർക്കൊക്കെ ആർക്കാ മാങ്ങ ഇഷ്ടം? മാങ്ങ ഇഷ്ടം? ഏത് മാങ്ങ ഇഷ്ടം? മധുരമാങ്ങ. ഓമാങ്ങ. ഇവനാണ് ആള്, ഓമാങ്ങൻ്റെ ആളാണ്. അപ്പോൾ എല്ലാവർക്കും മാങ്ങ ഇഷ്ടം കേട്ടോ. പിള്ളേരും ഏറ്റവും ഇഷ്ടമുള്ള പഴയതാ? മാങ്ങയാണോ ചക്കയാണോ എന്താണ്? മാങ്ങ. പേരക്ക. ആ വയസ്സനാട്ടോ പേരക്ക ഇഷ്ടപ്പെടുന്ന ആള്. മാങ്ങ. ഓക്കെ. പിള്ളേരൊക്കെ ഫുള്ള് കുളിയിലാണല്ലേ. അയ്യോ